അത് നമുക്കൊരു തന്നെ കറക്റ്റ് ചെയ്യാന്നുള്ളൊരു ഇതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ആ സമയത്ത് എനിക്ക് ഈ സിനിമ എന്നൊരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് റിലീഫ് കിട്ടിയത്. കാരണം എനിക്ക് ഈ 10 പടത്തിൽ എന്നെ നായകനായിട്ട് അഭിനയിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ ആസാൻ വ്യക്തി തിയേറ്ററിൽ പോയിട്ട് റിലീസ് ദിവസം തന്നെ ഈ റിവ്യൂവർ ആകാൻ മുമ്പ് തന്നെ ഒരു എന്താ പറയാ 2015 മുതലാണ് എന്തോന്നു ഒറ്റയ്ക്ക് പടം പോയി കാണാൻ തുടങ്ങി. ഒരു 14 വയസ്സ് തുടങ്ങി ഞാൻ തിയേറ്ററിൽ പോകുന്നുണ്ട് ഒറ്റയ്ക്ക്. അത് പേപ്പറൊക്കെ വിട്ടിട്ടൊക്കെ പോയിട്ടുണ്ട് വീട്ടിൽ. ശരി. വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ഈ പഴകിയ വസ്ത്രങ്ങള്, പഴകിയ തുരുമ്പുകൾ, അതൊക്കെ എടുത്ത് ആക്രിക്കാർക്ക് കൊടുത്തിട്ടൊക്കെ ആ സിനിമയ്ക്ക് പോയിട്ടുണ്ട് ഒരു സമയത്ത്. കാരണം ആ സിനിമയോട് എനിക്ക് അത്രയ്ക്ക് പാഷനായിരുന്നു. കാരണം ഒരു 100 രൂപ മതി അന്ന് സിനിമ കാണാനായിട്ട്. കാരണം ബസ് കാശ് എല്ലാവരും കൂട്ടുമ്പോൾ 100 രൂപ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എന്റെ മുമ്പിലേക്ക് സിനിമ ടിക്കറ്റുകളൊക്കെ ഫ്രീ ആയി കിട്ടുന്നു. കാരണം ആസാൻ റിവ്യൂവറായി മാറിയപ്പോ എല്ലാ വെള്ളിയാഴ്ചയും ഭൂരിഭാഗം സിനിമകളും എനിക്ക് വെറുതെ പോയി കാണാം. കാരണം ഈ ട്രാവലിന് കുറച്ച് പൈസയാവും. കാരണം ഫുഡും വണ്ടിയും അങ്ങനെ ഒന്നും ടിക്കറ്റ് ഫ്രീ ആണല്ലോ. കാരണം 250 രൂപ ടിക്കറ്റ് മാക്സിമം ആൾക്കാർ എനിക്ക് ഫ്രീ ആയി തരാറുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ എടുത്ത് കാണാറുണ്ട് സിനിമ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട്. കാരണം അതിനുള്ള വരുമാനം ഉണ്ടല്ലോ. ഇപ്പോ ബർത്ത്ഡേ വിഷാണെങ്കിലും കല്യാണ വിഷാണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും കിട്ടുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഇല്ലാത്ത സമയത്താണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ അത് എപ്പോഴും പോകാൻ പറ്റില്ല. കാരണം ഈ പേപ്പർ എന്ന് പറയുന്ന സംഭവം അത്ര ആവണമല്ലോ. കാരണം എനിക്ക് ഡാഡി ഗൾഫിലാണെങ്കിലും ഡാഡി അങ്ങനെ പേയ്മെന്റ് ഒന്നും തരിയൊന്നുമില്ല. മാസം 1000 രൂപ ഇട്ട് വരും ബാങ്കിൽ. അതുകൊണ്ട് ഇപ്പൊ എത്ര പടം കാണാൻ പറ്റും. കാരണം എനിക്ക് ഈ റിലീഫാണ്. കാരണം ഈ മെന്റൽ പല ആൺകുട്ടി സുഹൃത്തുക്കൾക്കും ഈ കാമുകമാരുള്ളപ്പോ എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ഒരു കാമുക ഇല്ലാത്തൊരു വിഷമമുണ്ട്. പണ്ട് മുതല് ലവറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമ കാണുമ്പോ എനിക്ക് അവർക്ക് കഥാപാത്രങ്ങൾക്ക് പ്രണയിക്കുന്ന കാണുമ്പോ ഒരു റിലീഫ്. ക്രഷ് തോന്നിയിട്ടില്ലേ? ആരോടും ക്രഷ് തോന്നാറില്ല. തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി. പിന്നെ ശരി ഉണ്ടായിട്ടുണ്ടല്ലേ ക്രഷ്? നടിമാരോട് മാത്രമല്ല, നമുക്ക് ചെറുപ്പത്തില് എന്റെ നാട്ടിൽ തന്നെ 2-3 ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് താല്പര്യമില്ലെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് തിരിച്ചു. പിന്നെ അവര് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ നമ്മളൊരു ആലോചനയായിട്ട് അവരുടെ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ ആട്ടിപ്പായിക്കും. കാരണം ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. സൗണ്ട് തോമ സിനിമയില് അമിതാഭ് പ്രമോദിന്റെ അടുത്തേക്ക് ദിലീപേട്ടന്റെ തോമ എന്ന ക്യാരക്ടർ പോയി കരഞ്ഞ സിറ്റുവേഷൻ ഉണ്ടല്ലോ. ആ സാധനം ഉണ്ടല്ലോ. അപ്പൊ അതെനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്താണ് ഫേസ് ചെയ്യാന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ സീൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഈ പുറകെ പോയിട്ട് ഇഷ്ടം പറഞ്ഞിട്ട് വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ, കാരണം വീട്ടിൽ പോയി പറയാലോ. കാരണം താങ്കളുടെ മകളെ എനിക്ക് ഇഷ്ടമെന്ന് പറയാം. പക്ഷെ 1-2 പേരുണ്ട് ഇപ്പോഴും ഉണ്ട്, കല്യാണം കണ്ടില്ല. പക്ഷെ അവര് അത്യാവശ്യം ക്യാഷുള്ള ടീംസാണ്. പക്ഷെ നമ്മുടെ അറിയാലോ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഒരു നമ്മുടെ കണ്ടന്റുകളുടെ ഇത് പ്രശ്നമുണ്ട് കുറച്ച്. കാരണം അത് കമന്റ്സുകളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് ചെല്ലാൻ പറ്റില്ല. എന്നാലും നമ്മുടെ അറിയാത്ത ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലാം. നമ്മളെ മനസ്സിലായി. ഇപ്പൊ എന്നെ തന്നെ ഒരുപാട് ആങ്കർമാർ മനസ്സിലാക്കുന്നുണ്ടല്ലോ, മനസ്സിലായ. പിന്നെ കണ്ടന്റ് ചെയ്യാൻ വരുന്ന നടിമാര്. അപ്പൊ അവരൊക്കെ നമ്മളെ മനസ്സിലാക്കുമ്പോ നമുക്ക് നാളെ ഒരു കുട്ടി വൈറലായപ്പോ തന്നെ ശ്രീ എന്ന് പറഞ്ഞ കുട്ടി ഒരു വീഡിയോ പറഞ്ഞിരുന്നു, അൽജോസ് പെരേരയ്ക്ക് പെണ്ണ് കെട്ടാൻ എന്താ പാട്, സുന്ദരനല്ലേ, ഒരു സമയത്ത് കെട്ടിയിരിക്കും, മുട്ടി നിൽക്കുന്നതാണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതുപോലെ ഒരു സമയമുണ്ട്. എല്ലാത്തിനും സമയമുള്ളപ്പോ നമുക്ക് പിന്നെ ഇതിനോട് നമുക്ക് ഈ സിനിമയോട് എനിക്ക് പാഷൻ ഉള്ളതാണ് ഇത്രയും 9 വർഷം ഞാൻ നിന്നത്. കാരണം 2013 തുടങ്ങി 2025 ഇപ്പൊ നിൽക്കുന്നു 12 വർഷം. അപ്പൊ അത്രയും വർഷം സിനിമയുള്ള പാഷൻ ചെറുപ്പം മുതലേ ഇൻട്രസ്റ്റ് വന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ കല്യാണം ഇപ്പൊ 2-3 വർഷമായി. ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന കേട്ടോ, ഒരു 3-4 വർഷത്തിനുള്ളിൽ ചിലപ്പോ പൈസ സംഭവിക്കാണ്ടിരിക്കാം. എന്നാലും നമുക്ക് ഡിപ്രഷൻ ഇല്ല. നമുക്ക് മുന്നിലേക്ക് സിനിമയുള്ളതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ എപ്പോഴും ഞാൻ സിനിമയോട് മാത്രം പ്രണയം. സിനിമ കാണുക, റിവ്യൂ പറയാനല്ല, സിനിമ കണ്ട് ആസ്വദിക്കുക. പിന്നെ നമ്മള് കൂടെ വന്ന അഭിനയിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് ഹൃദയത്തോട് സംസാരിക്കുക. അതിപ്പോ സാധിക്കുന്നുണ്ടല്ലോ. മെമ്പർഷിപ്പ് കിട്ടിയായിരുന്നു. അമ്മയിലെ മെമ്പർഷിപ്പിന് ശ്രമിക്കുന്നുണ്ടോ? എന്താണ് സ്ഥിതി? അമ്മയെ പറ്റിയിട്ട് എന്താ? കാരണം പലരും നമ്മളിപ്പം വിവാദമായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അമ്മ എന്നുള്ള അസോസിയേഷൻ AMMA എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഈ മീഡിയക്കാർ പറയുന്നതാണ്.
അത് അവരുടെ വേർഷനാണ്. എന്നാലും അന്ന് വിജയബാബു ചേട്ടൻ പറഞ്ഞു കേട്ടു ഇത് മമ്മി എന്നുള്ള പറയുന്ന അമ്മ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ധ്യാൻ ശ്രീനിവാസനോട് ചോദിക്കുന്ന ഒരു വീഡിയോ. അതേപോലെ തന്നെ നമുക്ക് അലിൻ ജോസിനോട് ചോദിക്കാം. അലിൻ എന്താണ് ഇങ്ങനെ പറയുന്നതാണോ ശരി, അത് അമ്മ എന്ന് പറയുന്നതാണോ ശരി, മമ്മി എന്ന് പറയുന്നതാണോ ശരി? അമ്മ എന്ന് പറഞ്ഞാൽ ശരി. അമ്മ എന്നാണോ ശരി അല്ലേ? കാരണം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് അതിൽ വന്ന കുറച്ച് ഹേമ കമ്മിറ്റി വിഷയങ്ങളായിരിക്കാം ചിലപ്പോ അത് തിരുത്തി പറയാം. പക്ഷെ വിവാദങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. ഞാൻ പിന്നെ ഹേമ കമ്മിറ്റി വിഷയം വന്നപ്പോഴേ ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ല, ശ്രദ്ധിച്ചായിരുന്നു? മനസ്സിലായി. കാരണം നമ്മള് ആസാം സിനിമയില് മാത്രമല്ല സീരിയലിലും വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോ അവരുടെ ചോറ് തിന്നുന്ന വ്യക്തി അവരെ പറ്റി നല്ലതോ മോശമോ, നല്ലത് പറയാറുണ്ട്, പക്ഷെ മോശമായിട്ട് പറഞ്ഞിട്ട് അതിന്റെ ഒരു ഫെയിം എനിക്ക് വേണ്ട. കാരണം നോയാ പറഞ്ഞ പല മീഡിയക്കാരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ എന്നെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യാൻ നോക്കി. കാരണം എന്റെ ഒരു ബൈറ്റ് ഞാൻ പുറത്തുവിടില്ലെന്ന് ഞാൻ പറഞ്ഞു, താല്പര്യമില്ലെന്ന് പറഞ്ഞു. എന്നോട് പലരും ഇങ്ങനെ പറയും അങ്ങനെ പറയും എന്നൊക്കെ പാർശ്യം ധരിച്ചും പറഞ്ഞിരുന്നു. സന്തോഷ് വർക്കി മൊത്തത്തില് സിനിമയെ മനസ്സിലായോ കീറി പൊളിച്ച് പറഞ്ഞു. അപ്പൊ അത് പുള്ളിക്ക് ദോഷം കിട്ടിയല്ലോ. പുള്ളി എഴുതിയിട്ട് സ്റ്റേറ്റ്മെന്റ് പുള്ളിക്ക് ജയിലിൽ വരെ പോകേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജയിലിൽ പോകേണ്ടതെന്നല്ല, നല്ലതല്ലെന്നല്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞ് പോകുന്നതേ. കാരണം നടിമാർ അത്രയും പരാതി കൊടുക്കുക, അല്ലാണ്ട് പുള്ളിക്ക് മറ്റേ സിനിമയില് മൊത്തത്തിൽ ആക്ഷേപിച്ച കൊണ്ടാണെന്ന് തോന്നല്ല. പക്ഷെ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, നടിമാരെ പറ്റി പറഞ്ഞ നടിമാർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഇപ്പൊ എന്റെയും ഫേസ്ബുക്ക് റീച്ചാണ്, എനിക്കും വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. പക്ഷെ എനിക്ക് കുറച്ചൊക്കെ ഈ തലക്ക് വെളിവെള്ളം കൊണ്ട് അങ്ങനത്തെ ഉള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇടാറില്ല. കാരണം ഈ എന്നെ പറ്റി തന്നെ സന്തോഷ് വർക്കിനെ പറ്റി നല്ലത് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ് ഹൻസിബ ഹർഷൻ. ഇപ്പോ പോലീസ് ഡേ എന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂ ഉണ്ടാവും സിനിമയുടെ. അപ്പൊ അതിന്റെ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ബൈറ്റിലാണ് പറഞ്ഞത്, മീഡിയ പേഴ്സൺ ചോദിച്ചത് ക്വസ്റ്റ്യൻ ആണ്, ഈ സന്തോഷ് വർക്കിയെയും അലൻ ജോസ് പെരേരയും എന്തുകൊണ്ടാണ് സിനിമയിൽ അഭിനയിപ്പിക്കുന്നത്, അത് എന്തിനാണ് വെറുതെ എന്നൊക്കെ ചോദിച്ച ചോദ്യം. അപ്പൊ അവരുടെ ഒരു പോയിന്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. കാരണം ഹാൻസിബ ഹർഷൻ എന്ന് പറഞ്ഞ വ്യക്തി അമ്മ എന്ന് പറയുന്ന അസോസിയേഷനിലെ ലേഡി ചെയർപേഴ്സൺ ആണ്. മനസ്സിലായി? ലാലേട്ടന്റെ ഒപ്പം ആ ഒരു ജനറൽ ബോഡി മീറ്റിംഗിലെ നിറസാന്നിധ്യമാണെന്ന് ഓർക്കണം ഫസ്റ്റ്. കാരണം ഇത് എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ ഈ ജനറൽ ബോഡി മീറ്റിംഗിന്റെ വീഡിയോ ഞാൻ കാണാറുണ്ട്. കാരണം മക്കൾ കാണുമെന്ന് അറിയാൻ പാടില്ല, പക്ഷെ അതിനെപ്പറ്റി പറയപ്പെടില്ല. പക്ഷെ എനിക്ക് ആ ജനറൽ ബോഡി മീറ്റിംഗ് കാണാണ്ട് ആസ്വദിക്കാറുണ്ട്. അല്ല, നെഗറ്റീവ്സ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോ അതില് അമ്മ എന്ന് പറയുന്ന ജനറൽ ബോഡിയില് അംഗത്വമുള്ള ഒരു വ്യക്തി. അപ്പൊ അതില് ഇപ്പൊ സരയു ഉണ്ട്, അനന്യ ഉണ്ട്, എനിക്കറിയാം. എനിക്കെന്ന് പറഞ്ഞാൽ പേഴ്സണലി അറിയില്ലെങ്കിലും സരയൂർ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, സെൽഫി എടുത്തിട്ടുണ്ട്. പക്ഷെ സരയൊന്നും വർത്താൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ അൻസിബ ചേച്ചി പണ്ട് വിശ്വാസം എന്നെല്ലാം പറഞ്ഞ സിനിമ സെറ്റിൽ ഞാൻ ഷെയ്ഖിനോട് സംസാരിച്ചിട്ടുള്ളതാണ്. കുറിച്ച് ലൊക്കേഷൻ ദൃശ്യത്തിൽ അഭിനയങ്ങളൊന്നും ഓക്കെ ശരി നല്ലായിരുന്നു അങ്ങനെ രീതി പറഞ്ഞതാ. അപ്പൊ അൻസിബയെ പോലത്തെ വ്യക്തി അങ്ങനത്തെ ഒരു പോയിന്റ് പറയണമെങ്കിൽ അപ്പൊ അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഇപ്പൊ മീഡിയക്കാർ ചോദിച്ചല്ലോ അലൻ ജോസ് പെരേരയ്ക്ക് സന്തോഷ് വർക്കിക്ക് സിനിമയില് ഇങ്ങനെ കൊണ്ടുവന്ന എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോ അത് വേണ്ട അതൊന്നും താല്പര്യം അങ്ങനെ പറഞ്ഞു പോകാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഒരു ലേഡി എന്നും നിലയിലും നടി എന്ന നിലയിലും ഒരു അമ്മയിലെ അംഗം എന്ന നിലയിലും വേണമെങ്കിൽ അത് ഒരു നെഗറ്റീവ്നെസ് വരാം. വേണമെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ വരെ വേണമെങ്കിൽ ചോദിക്കാം, അതെനിക്കറിയില്ല. പക്ഷെ അത്രയും പറയാൻ ഞാൻ വന്നോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, കാരണം ലാലേട്ടന് വരെ പേഴ്സണലി ജനറൽ ബോഡി മീറ്റിംഗിലും ഇടവേള ബാബു ചേട്ടനാണെങ്കിലും അൻസിബ ആണെങ്കിലും സരയു ആണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അവരുടെ ജനറൽ മീറ്റിംഗ് മെമ്പേഴ്സ്. അപ്പോ അതിൽ നിന്നും രണ്ട് സിനിമ ആർട്ടിസ്റ്റുകളാണ് ടിനി ടോം സാറും അൻസിബ മാഡവും. അപ്പൊ രണ്ടുപേരും ആ പോയിന്റ് പറഞ്ഞത് പലർക്കും വേദനയായിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ പറഞ്ഞത്, നാണമില്ലേ എന്നൊക്കെ ചോദിച്ചത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ സരയു എന്ന് പറഞ്ഞ വ്യക്തിക്കും അനന്യക്കും പോസിറ്റീവും നെഗറ്റീവും പറയുന്നില്ലല്ലോ എന്നെ പറ്റി.
പറയാത്തൊരു വിഷമില്ല, പറഞ്ഞാല് എനിക്ക് ഗുണവും ഉണ്ടാവില്ല. ഇപ്പൊ ഈ പറഞ്ഞ ടോക്കും വലിയ ഗുണവുമില്ല. പക്ഷെ എന്നാലും പറഞ്ഞല്ലോ. ഇപ്പൊ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ അറിയാണ്ട് അങ്ങനത്തെ ഒരു വാക്ക് പറയാൻ പറ്റില്ല. ലാലേട്ടനും കാണുമല്ലോ. അൻസിബ ചേച്ചിയുടെ ബൈറ്റിൽ ലാലേട്ടൻ കാണാണ്ടിരിക്കില്ല. കാരണം ജനറൽ ബോഡി മീറ്റിംഗ് ലാലേട്ടന് ദൃശ്യം എന്ന സിനിമയിൽ ലാലേട്ടന് മലയാളം അഭിനയിച്ച വ്യക്തിയാണ് അൻസിബ. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയിൽ നിന്ന് അങ്ങനത്തെ ഒരു പോയിന്റ് കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ, ഒരു ബെസ്റ്റ് ആക്ടർ പുരസ്കാരം കിട്ടിയ ഒരു ഫീലാണ്.